ഒരിക്കൽ പ്രവാചകനും അനുയായികളും ഒരു ദൂരയാത്ര പോവുകയായിരുന്നു. സൂര്യൻ ഉച്ചിയിലെത്തുകയും യാത്രികർക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ അല്പനേരം വിശ്രമിക്കാനും ആഹാരം പാകം ചെയ്യാനുമായി അവർ ഒരിടത്ത് തമ്പടിച്ചു. ഭക്ഷണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ഓരോന്നായി ആരംഭിച്ചു. തങ്ങൾക്കിടയിൽ ജോലികൾ വിഭജിച്ചെടുക്കാൻ അനുയായികൾ തീരുമാനിച്ചു. ഒരാൾ ആടിനെ അറുക്കാൻ സന്നദ്ധനായി മുന്നോട്ടു വന്നു. മറ്റൊരാൾ ആടിനെ വൃത്തിയാക്കി പാചകത്തിന് സജ്ജമാക്കുന്ന ജോലി ഏറ്റെടുത്തു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ പങ്കിട്ടെടുത്തു. സഹാബാക്കൾക്കിടയിൽ നിന്നുകൊണ്ട് കാരുണ്യത്തിന്റെ ദൂതനായ മുത്ത് നബി ഇപ്രകാരം പറഞ്ഞു: ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ വിറക് ശേഖരിക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കാം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വിറക് ചുമക്കാൻ പോകുന്നത് കണ്ട അനുയായികൾ ഒന്നടങ്കം സ്നേഹപൂർവ്വം തടഞ്ഞു. അവർ പറഞ്ഞു: വേണ്ട പ്രവാചകരെ, അങ്ങ് വിശ്രമിച്ചാലും ഞങ്ങളുണ്ട് ആ ജോലി ചെയ്യാൻ, അങ്ങ് ഇതിനായി കഷ്ടപ്പെടേണ്ടതില്ല. പുഞ്ചിരിയോടെ പ്രവാചകൻ അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, എന്നാൽ നിങ്ങളെക്കാൾ ഉയർന്നവനായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ കൂട്ടാളികളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം കരുതി മാറിനിൽക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. സഹജീവികളോട് വിനയത്തോടെയും സമഭാവനയോടെയും പെരുമാറണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചുതന്ന പ്രവാചകന്റെ ഓരോ പ്രവൃത്തിയും എത്രമാത്രം ഉദാത്തമായിരുന്നു.